2 മണി മുതൽ 5:20 വരെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. തിരുവനന്തപുരത്ത് പരീക്ഷ നടക്കുന്ന സരസ്വതി വിദ്യാലയത്തിലെ സെൻറ്ററിന് മുന്നിലാണ് നമ്മളുള്ളത്. മാതാപിതാക്കളെല്ലാം പുറത്തുണ്ട്. വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും അകത്തേക്ക് കയറി കഴിഞ്ഞു. ഈ വലിയ സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ നേരത്തെ തന്നെ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ മാതാപിതാക്കൾക്കൊപ്പം ഇവിടേക്ക് എത്തിയിരുന്നു. അകത്തേക്ക് കടന്നു പോകുന്നതിന് മുൻപ് പരിശോധനകൾക്കെല്ലാം ശേഷമാണ് വിദ്യാർത്ഥികളെ കടത്തിവിടുന്നത്. ഈ 4 ഘട്ടങ്ങളിലായുള്ള ചോദ്യപേപ്പറുകൾക്ക് ഉത്തരം എഴുതിയാണ് ഈ വിദ്യാർത്ഥികൾ ഈ സമയത്തിനുള്ളിൽ ഈ 5:20 ആകുമ്പോൾ ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുക. ഈ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ ആശങ്ക ഈ പുറത്ത് നിൽക്കുന്ന മാതാപിതാക്കളുടെ മുഖത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇനി അകത്തേക്ക് കടന്നു പോകാനായി അവശേഷിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ നേരത്തെ ഇതിനുള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ രേഖകളെല്ലാം പരിശോധിച്ച് ഇവർ അഡ്മിറ്റ് കാർഡാണിത്. ആ അഡ്മിറ്റ് കാർഡ് പരിശോധിച്ച് അവരാണ് ഇന്ന് ഉറപ്പുവരുത്തി ID കാർഡിലുള്ള അതുമായി ഒത്തുനോക്കി ഇവരാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിദ്യാർത്ഥികളെ അകത്തേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ ഓരോ വിദ്യാർത്ഥികളുടെയും പരിശോധന പൂർത്തിയാക്കി. ഏകദേശം എല്ലാ സെൻറ്ററുകളിലും മുഴുവൻ ആളുകളും തന്നെ അകത്തേക്ക് പോയിട്ടുണ്ട്. 23 ലക്ഷം പേരാണ് ആകെ പരീക്ഷ എഴുതാനുള്ളത്. രാജ്യത്തിനകത്തും പുറത്തുമായി സെൻറ്ററുകളുണ്ട്. കേരളത്തിൽ 1,40,40,000 വരുന്ന ആളുകൾ പരീക്ഷ എഴുതാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന് പുറത്ത് ഗൾഫിലടക്കം സെൻറ്ററുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ മുഴുവനുമായാണ് ഈ പറയുന്ന 23 ലക്ഷം പേർ പരീക്ഷ എഴുതും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ പരീക്ഷയ്ക്കുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തെല്ലാം സാധനങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് പേന പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് അവിടെ നിന്നും നൽകുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാം എന്നത് ഒഴിച്ചാൽ മറ്റ് സാധനങ്ങളൊന്നും തന്നെ അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് നിർദ്ദേശം. എന്തായാലും വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പില്ല.